നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമിയിലെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ ആ ടീച്ചേഴ്സിന് ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി അവരുടെ ബാക്ക് ബോൺ ആയിരിക്കും. അത്രയും നല്ലൊരു സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും അവർക്ക് ഇവിടുന്ന് ഇത്രയും നല്ലൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. സരിത മിസ്സായാലും ജിൻഷ മിസ്സായാലും ബാക്കിയുള്ള ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സ് ആയാലും അവരുടെ പുറകിൽ പല പല ആൾക്കാരുണ്ടാവും. നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമിയിലെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന ജിൻഷ മിസ്സിന്റെ അമ്മമാരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിച്ചാലോ അല്ലേ? രണ്ടമ്മമാരും വേദിയിലേക്ക് വരിക. ജിൻഷ മിസ്സിന്റെ സ്വന്തം അമ്മ, ഇത് സ്വന്തം അമ്മയാണ്, സ്വന്തം അമ്മയെന്നല്ല പറയുന്നത്, രണ്ട് സ്വന്തം അമ്മമാരാണ്. ഈ രണ്ടാൾക്കാരുടെ നല്ല സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മിസ്സുമാർ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജിൻഷ മിസ് ആദ്യമേ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നല്ലോണം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു മകളായിരുന്നോ? എല്ലാവരും പരിപാടിക്കെല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ബിജു ഭാഷ എടുത്ത് പോയി, ഭാഷ എടുത്ത് കുറേ കളിച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് ഓക്കെ. ചെറുപ്പം കുട്ടിയേറെ ഓള് കളിക്കലുണ്ട്. പിന്നെ ഭരതനാട്യം കളിച്ചിട്ട് ഡാൻസ് അധികം കളിക്കലുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മകൻ കല്യാണം കഴിച്ച് വരുമ്പോൾ എൻ്റെ മകൾ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ മകൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നും ഒരു ധാരണ ഉണ്ടായിരുന്നു. ജിൻഷ മിസ് ഇങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ എന്താ ആദ്യം പറഞ്ഞു? ഒരിക്കലുമില്ല. അവള് നല്ല ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ അവൾ ഈ നിലയിലെത്തിയത്. നിങ്ങളെ രണ്ടാളെ നല്ലൊരു രണ്ടാളെ മാത്രമല്ല ഫാമിലിയിലെ എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. നമുക്ക് ഇവർ രണ്ടാളെയും കൂടി ഒരു പാട്ട് പഠിക്കാം. രണ്ടാളും നല്ലോണം പാടുന്ന ആൾക്കാരാണ് രണ്ടാളും. ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, കണ്ണാടി പുഴയിൽ വിരിയണ